ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ മെയിൻ പൈപ്പിൽ നിന്ന് റെയിനോസ് ഇറിഗേഷൻ രീതിയിലാണ് വാട്ടർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ മെയിൻ പൈപ്പിൽ 16 mm സൈസുള്ള ചെറിയ ട്യൂബുകൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ട്യൂബുകൾ വഴിയാണ് നമ്മൾ ഓരോ ചെടികളുടെയും ചുവട്ടിലേക്ക് ജലവിതരണം നടത്തുന്നത്. ഈ മെയിൻ പൈപ്പിൽ ഓരോ മീറ്റർ അകലത്തിലാണ് റെയിനോസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റെയിനോസിൽ 30 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ എന്നീ അകലത്തിൽ ഹോളുകളുള്ള ഓസുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൻ്റെ അകത്ത് ഞാൻ 30 സെൻറ്റിമീറ്റർ അകലത്തിൽ ഹോളുകളുള്ള ഓസാണ് മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പയറ്, വെണ്ട, ചീര ഇതൊക്കെയാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് 30 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള 30 സെൻറ്റിമീറ്റർ അകലത്തിൽ ഹോളുകളുള്ള പൈപ്പ് മേടിച്ചിരിക്കുന്നത്. ഈ പൈപ്പ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ അകത്തുകൂടി ജലം കടത്തി വിട്ട് നമ്മൾ ആ വെള്ളം ചാടുന്ന ഭാഗങ്ങളിലായിട്ട് കുഴിയെടുത്ത് അതിൻ്റെ അകത്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയൊക്കെ നിറച്ച് വിത്തിടാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും മുഴുവൻ മണ്ണ് ഇളക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഇത് നന്നായിട്ട് തറഞ്ഞു കിടന്നിരുന്ന സ്ഥലമാണ്. പിന്നെ അപ്പോൾ മൊത്തം കിളച്ചിളക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ വിത്തുകൾ ഇടാനുള്ള ഓരോ സ്ഥലങ്ങളിൽ ചെറിയ തടങ്ങൾ പോലെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ചാണകപ്പൊടി, എല്ലുപൊടി, അതൊക്കെ കുമ്മായി ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിപ്പോൾ ഇതിലൂടെ വെള്ളം കടത്തി വിടുന്നതാണ് ഈ കാണുന്നത്. അപ്പം മഴ പെയ്യുന്ന പോലെ മുകളിലേക്ക് വെള്ളം പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാ ഭാഗവും ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് വരുന്നതുകൊണ്ട് നന്നായിട്ട് നനഞ്ഞ് കിടക്കും. 1 മണിക്കൂറിൽ 4 ലിറ്റർ വെള്ളം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഈ ഓസുകൾ ഉള്ളത്. ഓരോ ട്യൂബിനും വേണമെങ്കിൽ പ്രത്യേകം വാൽവുകൾ വെക്കാം. ഞാൻ ഒന്നിനും തന്നെ വെച്ചിട്ടില്ല. കൂടാതെ ഇതിൻ്റെ മെയിൻ ലൈനിൽ ബെഞ്ചറി വാൽവ് എന്നൊരു വാൽവ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.